നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, ഞാനാരെയും ബുദ്ധിമുട്ടിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് ചിരുവിനെയും മക്കളെയും കാണുകയും വേണ്ട. അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നീ ഇന്നലെ ഇവിടെ വന്നതല്ലേ വിനയ? അപ്പൊ ചീരൂനും മക്കൾക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നേരം വിളിക്കുമ്പോഴേക്കും അവർക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ? ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അച്ഛാ, അത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ചീരുവിനെ കുറിച്ചൊരു ദുസ്വപ്നം കണ്ടു. അവൾക്കൊരു അപകടം പറ്റുന്നതും ചീരുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്... മതി, ദുസ്വപ്നങ്ങൾ ഒരിക്കലും ഫലിക്കില്ല. പിന്നെ എന്തിനാ നീ അതൊക്കെ ഇവിടെ വന്ന് വിളമ്പത്? നീ വന്നതിന് ശേഷമാ ചീരുവിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്നവളാ. അവളും ഇന്നലെ രാത്രി എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു എന്നാ പറയുന്നത്. അയ്യോ, ചീരുവിന് വയ്യായ്ക വല്ലതും ഉണ്ടായോ അച്ഛാ? ചെറിയൊരു പെയിൻ വന്നിട്ട് എല്ലാവരും കൂടി അവളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരിക. ഈശ്വര, അപ്പോ ചിരു ഹോസ്പിറ്റലാണോ അച്ഛാ? ഏത് ഹോസ്പിറ്റലാ ഉള്ളത്? അതൊന്നും പതുക്കെ പതുക്കെ. മെഡിസിൻ എടുത്തില്ലേ? മോനെ, ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല മോ. ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് അഡ്മിറ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. ചീരുവിനിപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് തന്നെ ഡെലിവറി കാണും. 17 ഡേറ്റ്. 15 പോയി അഡ്മിറ്റ് ആവും. പിന്നെ അതിനിടയിൽ നീ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ചീരുവിന് ടെൻഷനാക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അവളുടെ മാനസിക പ്രശ്നങ്ങൾ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ബാധിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. ചീരുവിന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല രഘുവേട്ടാ. എൻ്റെ മനസ്സിൻ്റെ ആദി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവൾക്ക് എന്തെങ്കിലും വയ്യായ്ക വരുമ്പോൾ എൻ്റെ മനസ്സിനത് അറിയാൻ പറ്റും. ഇപ്പം തന്നെ ചിരുവിന് പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം എന്നെ ആരെങ്കിലും അറിയിച്ചിട്ടാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? അല്ലല്ലോ. ഞാൻ ഇന്നലെ ഉറക്കത്തിൽ ചിരുവിന് വയ്യാതായതായിട്ട് സ്വപ്നം കണ്ടു. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് ഓടി വന്നപ്പോൾ അതുപോലെ സംഭവിച്ച കാര്യം അച്ഛൻ പറഞ്ഞത്. ഇതുവരെ നീ അവളെയും മക്കളെയും ദ്രോഹിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് വന്ന് അവള് മാത്രമാണ് മനസ്സിലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ചീരു നിന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവളെ നീയും മറന്നു കളയുന്ന നല്ലത്. വിനയ, നിന്റെ മക്കളെ നിനക്ക് കാണാം. അതിനുള്ള സൗകര്യം ഞങ്ങൾ നിനക്ക് ചെയ്തും തരും. അതുകൊണ്ട് തൽക്കാലം ചീരിന്റെ കാര്യം തിരക്കി നീ ഇങ്ങോട്ട് വരണ്ട. അവളുടെ ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ നിന്നെ അറിയിക്കാം. ഹോസ്പിറ്റലിൽ വന്ന് ഒരു ദിവസം നിനക്ക് കുഞ്ഞിനെയും കാണാം. അതിനെനിക്ക് ആരുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല രഘുവേട്ടാ. വിനയന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ വിനയൻ അവിടെ ഉണ്ടാവും. അതിപ്പോൾ രഘുവേട്ടനല്ല ആര് തടഞ്ഞാലും
ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞിനെ ആദ്യമായി വാങ്ങിക്കുന്നത് അവന്റെ അച്ഛനായ ഞാനായിരിക്കും. വിനയ, ഞാൻ ഇതുവരെ നിന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ കൈവച്ചപ്പോൾ നീ ബോധം കെട്ട് വീണ കാര്യം ഓർത്തിട്ടാ അന്ന് അമ്പിളി അമ്മാവനും കൂടി നിന്നെ അകത്ത് വിളിച്ചിരുത്തി ആഹാരം തന്നത്. നീ ചീരുവിനോടും മക്കളോടും ചെയ്ത ക്രൂരതയൊക്കെ ആരും മറന്നു എന്ന് കരുതണ്ട. എന്റെ ചില നേരത്തെ സ്വഭാവത്തിന് ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കാണാം. പക്ഷെ ചീരുവിനെ കല്യാണം കഴിച്ച ശേഷം വിനയൻ ഒരിക്കലും വേറൊരു പെണ്ണിന്റെ പുറകെ പോയിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതി അതല്ലേ രഘുവേട്ട? അല്ലേ? രഘുവേട്ടന്റെ കല്യാണ ശേഷം അമ്പിളി ചേച്ചിയെ ചതിച്ചിട്ടില്ലെന്ന് രഘുവേട്ടന് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ? വിനയ, വെറുതെ ചൊറിയ നിൽക്കാതെ നീ പോ. രഘുവേട്ടൻ എന്തിനാ ടെൻഷനാവുന്നത്? ഭാര്യയെ ചതിച്ചില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? നിന്നെന്തിനാ ഞാൻ ഇതൊക്കെ ബോധിപ്പിക്കുന്നത്? നീ ആരടാ എന്റെ ചരിത്രം ചെയ്യാൻ? ഞാനാരുമല്ല. പക്ഷെ രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ ചതിക്കുന്നുണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഘുവേട്ടൻ അവളെയും കൊണ്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസുകാരനോട് ചോദിച്ചാ അവളുടെ അഡ്രസ്സും എനിക്ക് കിട്ടും. രഘുവേട്ടാ, അച്ഛൻ വിളിക്കുന്നുണ്ട്. വിനയൻ ഇതുവരെ പോയില്ലേ? എന്തിനാ വിനയ ചീരുനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? പ്രസവം കഴിയുന്ന വരെയെങ്കിലും നീ അവൾക്കൊരു സമാധാനം കൊടുക്ക്. ഞാൻ പോവാ അമ്പിളി ചേച്ചി. രഘുവേട്ടൻ എനിക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനി ഒരു പ്രശ്നമില്ല. ഞാനിനി രഘുവേട്ടനെ വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരൂ. പോട്ടെ രഘുവേട്ട.